എക്സാലോജിക്കിനെതിരെ സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസ് നടത്തുന്ന അന്വേഷണം റദ്ദാക്കണമെന്നാവശ്യപ്പെട്ട കമ്പനി ഡയറക്ടറും മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകളുമായ ടി വീണ നൽകിയ ഹർജി കർണാടക ഹൈക്കോടതി തള്ളുന്നത് അന്വേഷണം സ്വാഭാവിക നീതിയുടെ നിഷേധമാണെന്ന വാദം തള്ളിയിരിക്കുന്നു. ജനുവരി 31-ന് അന്വേഷണം പ്രഖ്യാപിച്ച് കേന്ദ്ര കോർപ്പറേറ്റ് കാര്യ മന്ത്രാലയം പുറപ്പെടുവിച്ച ഉത്തരവ് റദ്ദാക്കണമെന്ന ആവശ്യമാണ് ജസ്റ്റിസ് എം നാഗപ്രസന്ന നിരസിച്ചത്. കമ്പനിക്കാരുടെ നിയമപ്രകാരം രജിസ്ട്രാർ ഓഫ് കമ്പനീസ് നടത്തുന്ന അന്വേഷണത്തോട് പൂർണ്ണമായി സഹകരിക്കുന്നുണ്ടെന്നും ഇതേ നിയമത്തിൻ്റെ മറ്റൊരു വകുപ്പ് ചുമത്തി SFIO സമാന്തരമായി അന്വേഷിക്കുന്നത് തടയണമെന്നുമാണ് എക്സാലോജിക്ക് വാദിച്ചത്. ഗുരുതര കുറ്റകൃത്യമില്ലെങ്കിലും കമ്പനിക്കാരുടെ നിയമത്തിലെ ജാമ്യമില്ലാ വകുപ്പ് ചുമത്തിയാണ് അന്വേഷിക്കുന്നതെന്നും UAPAക്ക് തുല്യമായ വകുപ്പ് ചുമത്താനാകില്ലെന്നും കമ്പനി വാദിച്ചു. ഇതാണ് ഹൈക്കോടതി തള്ളുന്നത്. അതുകൊണ്ട് തന്നെ SFIOയ്ക്ക് അറസ്റ്റിലേക്ക് അടക്കം കടക്കാം. അതുണ്ടായാൽ ജാമ്യം പോലും ഉടനൊന്നും പ്രതികൾ കിട്ടില്ല. ഈ സാഹചര്യത്തിൽ അതിവേഗം അപ്പീൽ നൽകും. അതുവരെ SFIOയ്ക്ക് പിടികൊടുക്കാതെ വീണ മാറി നിൽക്കും. ഇനി അന്വേഷണം വീണയുടെ കമ്പനിയിലേക്ക് എത്തും. ബാംഗ്ലൂരിലെ കമ്പനി ഇപ്പോൾ പ്രവർത്തിക്കാത്തതിനാൽ വീണയ്ക്ക് നോട്ടീസ് നൽകി വിളിച്ചു വരുത്തി വിവരങ്ങൾ ശേഖരിക്കാം. രേഖകൾ ശേഖരിക്കാൻ റെയ്ഡ് നടത്താം. CMRLന് കരിമണൽ ഖനനം നടത്താൻ സഹായം നൽകുന്നതിനാണ് മുഖ്യമന്ത്രിയുടെ മകൾക്ക് പ്രതിമാസം 8 ലക്ഷം രൂപ 3 വർഷത്തോളം മാസപ്പടി നൽകിയെന്നാണ് പ്രതിപക്ഷം ആരോപിക്കുന്നത്. സേവനം നൽകാതെയാണ് CMRL വീണയുടെ കമ്പനിക്ക് പ്രതിഫലം നൽകിയതെന്ന് ROC അന്വേഷണത്തിലും കണ്ടെത്തിയിരുന്നു. ഇതെല്ലാം ഇനി ഊരാക്കുടുക്കായി മാറും. CMRL രാഷ്ട്രീയ പാർട്ടികൾക്ക് 135 കോടി രൂപ നൽകിയതുമായി ബന്ധപ്പെട്ട ഗുരുതര സാമ്പത്തിക ക്രമക്കേടിനെ കുറിച്ചാണ് അന്വേഷണമെന്നാണ് SFIO കോടതിയിൽ വാദിച്ചത്. ഒരു സേവനവും നൽകാതെ CMRL നിന്നും 1.72 കോടി രൂപ എക്സാലോജിക്ക് കൈപ്പറ്റിയതിനും തെളിവുണ്ടെന്നും ചൂണ്ടിക്കാട്ടി. രജിസ്ട്രാർ ഓഫ് കമ്പനീസിൽ നിന്ന് ലഭിച്ച ഇടക്കാല റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് അന്വേഷണം ഏറ്റെടുത്തത്. മറ്റ് ഏജൻസികളുടെ അന്വേഷണം സ്വാഭാവികമായി മരവിച്ചു. അധികാര ദുർവിനിയോഗം നടന്നിട്ടുണ്ടോ എന്ന് പരിശോധിക്കാൻ വിപുലമായ അധികാരങ്ങളുള്ള ഏജൻസി കഴിയുമെന്നും കേന്ദ്ര സർക്കാർ വാദിച്ചു. ഇതെല്ലാം അംഗീകരിക്കപ്പെടുകയും ചെയ്തു. ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ ഒരുക്കങ്ങളിലേക്ക് കടക്കവേ CPMനും പ്രഹരമാണ് കോടതി വിധി. CMRL എക്സാലോജിക് ഇടപാടുകളുടെ രേഖകൾ വീണ SFIOയ്ക്ക് കൈമാറേണ്ടി വരും. രേഖകൾ പിടിച്ചെടുക്കാനും അറസ്റ്റിനുമുള്ള അധികാരം SFIOയ്ക്കുണ്ട്. SFIO അന്വേഷണം റദ്ദാക്കണമെന്ന KSIDC ആവശ്യം കേരള ഹൈക്കോടതി തള്ളിയതിന് പിന്നാലെയാണ് കർണാടക ഹൈക്കോടതി വീണയുടെ കമ്പനിയുടെ ഹർജിയും തള്ളിയത്. CMRLും എക്സാലോജിക്കും തമ്മിലുള്ള മാസപ്പടി കേസിൽ CMRL നിന്നും SFIO വിവരങ്ങൾ ശേഖരിച്ചു. CMRLിൽ 13.4% ഓഹരി പങ്കാളിത്തമുള്ള സർക്കാർ സ്ഥാപനമായ KSIDCയിലും പരിശോധന നടത്തി. പരിശോധനയ്ക്കെതിരെ KSIDC കേരള ഹൈക്കോടതി സമീപിച്ചുവെങ്കിലും വിമർശനമുണ്ടായി. SFIO അന്വേഷണം നടത്തണമെന്ന് KSIDC ആവശ്യപ്പെടുന്നത് എന്തുകൊണ്ടാണെന്നും എന്തെങ്കിലും ഒളിക്കാനുണ്ടോ എന്നും കോടതി ചോദിച്ചു. ഈ കേസിലെ അന്തിമ വിധിയും എതിരാകാനാണ് സാധ്യത. അതേ ദിവസം KSIDCയുടെ ലോൺ സോഫ്റ്റ്വെയറിലെ ഇടപാടുകളുടെ രേഖകൾ SFIO ഉദ്യോഗസ്ഥർ തലസ്ഥാനത്തെ ഓഫീസിലെത്തി ശേഖരിച്ചു. വീണയ്ക്ക് നോട്ടീസ് നൽകാനായിരുന്നു അടുത്ത നീക്കം. ഇതോടെയാണ് മാസപ്പടി കേസിൽ SFIO അന്വേഷണം റദ്ദാക്കണമെന്നാവശ്യപ്പെട്ട വളരെ വേഗത്തിൽ വീണയുടെ ഉടമസ്ഥതയിലുള്ള കമ്പനി കർണാടക ഹൈക്കോടതിയിൽ ഹർജി നൽകിയത്. അതും തിരിച്ചടിയായി.